ഹലോ ഗുട്ടൻ ടാഗ്. Ich heiße Blessy von Joey's Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എ ഡെസ്റ്റോ ഓർഡർ ഉംസോ ആണ്. അതായത് ഇതൊരു സ്വൈറ്റൈലിക് കൊണറ്റോറാണ്. രണ്ട് സെൻറ്റൻസുകളെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. രണ്ടെണ്ണത്തിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ഡെസ്റ്റോ ഓർഡർ ഉംസോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെഡോയിച്ചിങ് എന്താണ് ഇതിൻ്റെ മീനിങ് നോക്കാം. എ ഡെസ്റ്റോ ഓർഡർ ഉംസോ ഫെർഗ്ലൈഫ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ എ അല്ലെങ്കിൽ ഡെസ്റ്റോ അല്ലെങ്കിൽ എ ഉംസോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊണറ്റോർ യൂസ് ചെയ്യുന്നത്. ഷോസ് ഇഫ് വൺ തിങ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് അനദർ തിങ് ഓൾസോ ചേഞ്ചസ്. അതായത് ഒരു സെൻറ്റൻസിലെ സംഭവം ഇൻക്രീസ് ചെയ്യുക, അതായത് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്തെ സെൻറ്റൻസിലും അതുപോലെ തന്നെ മാറ്റം വരും. ഇപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ സെൻറ്റൻസിലും അതുപോലെ തന്നെ കൂടും, ഇപ്പുറത്ത് കുറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പുറത്തും കുറയും. അങ്ങനെ രണ്ട് സെൻറ്റൻസിലും മാറ്റം വരുമ്പോൾ ഒരു ഇൻക്രീസ് ഓർ ഡിക്രീസ് പറയുന്ന സമയത്താണ് നമ്മൾ എ ഡെസ്റ്റോ അല്ലെങ്കിൽ എ ഉംസോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്റ്റർ യൂസ് ചെയ്യുന്നത്. ഡെസ്റ്റോ und ഉംസോ, അതായത് ഇതിന് രണ്ടിനും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഡെസ്റ്റോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉംസോ യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചർ, അതായത് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. എ, അതായത് ഫസ്റ്റ് നമ്മൾ എ എഴുതണം. അത് കഴിഞ്ഞിട്ട് കോമ്പരാറ്റീവ്, അതായത് അഡ്ജക്റ്റീവിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, ദെൻ ഒബ്ജക്റ്റ് എഴുതും. പിന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് കോമ ഇട്ട് നമ്മൾ ഡെസ്റ്റോ അല്ലെങ്കിൽ ഉംസോ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി. അതിനുശേഷം കോമ്പരാറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ്, അതായത് അഡ്ജക്റ്റീവിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് എ കഴിഞ്ഞാലും ഉംസോ അല്ലെങ്കിൽ ഡെസ്റ്റോ ഇതിൽ ഏത് കഴിഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പരാറ്റീവ് ഫോം ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ സെൻറ്റൻസിൽ നമ്മൾ വെർബായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, ദെൻ ഒബ്ജക്റ്റ്. ഫസ്റ്റ് സെൻറ്റൻസിൽ വെർബ് എൻഡിലായിരിക്കും എഴുതുക. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് സെക്കൻഡ് സെൻറ്റൻസിൽ ഡെസ്റ്റോ അല്ലെങ്കിൽ ഉംസോ വരണ സമയത്ത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഷ്നെല്ലർ ഇഷ് ഡോയിഷ് ലേർണെ ഡെസ്റ്റോ ബെസർ സ്പ്രെഹെ ഇഷ് ഡോയിഷ്. അതായത് എത്ര വേഗത്തിൽ ഞാൻ ജർമ്മൻ പഠിക്കുന്നുവോ അത്രയും വേഗത്തിൽ ഞാൻ ജർമ്മൻ സംസാരിക്കുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ എ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഷ്നെൽ, അതായത് ഫാസ്റ്റ്. ഷ്നെൽ എന്നുള്ളതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. അതിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് ഷ്നെല്ലർ എന്നുള്ളത്, അത് വെച്ചു. അതിനുശേഷം സബ്ജക്റ്റ് ആണ് വെച്ചിരിക്കുന്നത് ഇഷ് എന്നുള്ളത്. അതിനുശേഷം ഡോയിഷ് ജർമ്മൻ എഴുതി. അതിനുശേഷം ലാസ്റ്റാണ് നമ്മൾ ലേർണെ, അതായത് വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഷ് അനുസരിച്ച് ലേർണേന്ന് കോൺജുഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എ, ദെൻ ഷ്നെല്ലർ ഇഷ് ഡോയിഷ് ലേർണെ. ആ ഒരു സെൻറ്റൻസിൽ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ലേർണെ അവിടുത്തെ വെർബ് വയ്ക്കുന്നത്. അതിനുശേഷം അടുത്ത സെൻറ്റൻസ് അതിലേക്ക് വരുമ്പോൾ ഡെസ്റ്റോ ബെസർ സ്പ്രെഹെ ഇഷ് ഡോയിഷ്. അവിടെ ഡെസ്റ്റോ കഴിഞ്ഞിട്ട് ബെസർ, കോമ്പരാറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ് ബെസർ, ഗുട്ടിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് ബെസർ എന്നുള്ളത്, അത് വെച്ചു. അതിനുശേഷം സ്പ്രെഹെ, അതായത് വെർബാണ് അവിടെ യൂസ് ചെയ്തത്. അതിന് സ്പ്രെഹെ വെച്ചു. ദെൻ സബ്ജക്റ്റ് ഇഷ് ഡോയിഷ്. അങ്ങനെയാണ് ഈ എ ഡെസ്റ്റോ അല്ലെങ്കിൽ എ ഉംസോ എന്ന് പറഞ്ഞ ഈ ഒരു കണക്റ്റോറിൻ്റെ വേർഡ് ഓർഡർ. ഇനി ഇതിൻ്റെ ഗ്രാമാറ്റിക് ലെവലിലേക്ക് നോക്കാം. എ ക്ലോസ്, അതായത് എ വെച്ച് എഴുതുന്നതായിരിക്കും ഇതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു സെൻറ്റൻസിൽ വെർബ് എൻഡിലായിരിക്കും എഴുതാതെ, നേബൻ സെൻസ് എന്ന് പറയും. ഈ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതുക. അത് കോൺജുഗേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എഴുതുന്നത് അതിൻ്റെ എൻഡിൽ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഡെസ്റ്റോ അല്ലെങ്കിൽ ഉംസോ, ഡെസ്റ്റോ ഉംസോ എന്ന് പറയുന്നതായിരിക്കും. അത് വെച്ച് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ആയിരിക്കും അതിലെ മെയിൻ ക്ലോസ്, മെയിൻ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻക്രീസ് ഓർ ഡിക്രീസ് ആയിരിക്കും നമ്മൾ എ വെച്ചിട്ടുള്ള ഈ സെൻറ്റൻസിൽ കാണിക്കുന്നത്. അപ്പോൾ ഡെസ്റ്റോ അല്ലെങ്കിൽ ഉംസോ വെച്ചിട്ട് എഴുതേണ്ടതാണ് മെയിൻ ക്ലോസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെർബ് നമ്മൾ സെക്കൻഡ് പൊസിഷനിലായിരിക്കും എഴുതുക. മെയിൻ ക്ലോസ് സെക്കൻഡ് പൊസിഷനിലും സബോർഡിനേറ്റ് ക്ലോസിൻ്റെ വെർബ് എൻഡിലായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ എയുടെ ലാസ്റ്റ് നമ്മൾ വെർബ് എഴുതും. ഡെസ്റ്റോ ഉംസോ വെച്ച് എഴുതുന്ന സമയത്ത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും വെർബ് എഴുതുന്നത്. ഇനി യൂസസ് കോമ്പരാറ്റീവ് ഫോം. എപ്പോഴും നമ്മൾ അഡ്ജക്റ്റീവ് ഇതിൽ കോമ്പരാറ്റീവ് ഫോമിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ബേസ് ഫോമോ സൂപ്പർലാറ്റീവ് ഫോമോ അല്ല നമ്മൾ യൂസ് ചെയ്യുക. കോമ്പരാറ്റീവ് ഫോമായിരിക്കും നമ്മൾ ഈ എ ഡെസ്റ്റോ എന്ന് പറഞ്ഞ ഈ ഒരു കൊണക്റ്റോർ എഴുതുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ബെസർ, ബെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ, അതായത് ഗുട്ടിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് ബെസർ എന്നുള്ളത്. ദെൻ ഷ്നെല്ലർ എന്ന് പറഞ്ഞാൽ ഷ്നെല്ല്, ഫാസ്റ്റിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ്. ഗ്രോസർ എന്ന് പറഞ്ഞാൽ ഗ്രോസ്, ബിഗിൻ്റെ കോമ്പരാറ്റീവ് ഫോമാണ് ഗ്രോസർ എന്നുള്ളത്. ഇനി ബൈഷ്പിയിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യേമേർ ഇഷ് വാസർ ട്രിങ്കെ
ഉംസോ ഗെസ്യൂണ്ടർ ബിന്നിഷ്. അതായത് എത്രത്തോളം കൂടുതൽ വെള്ളം ഞാൻ കുടിക്കുന്നോ അത്രത്തോളം ഹെൽത്തി ആവും ഞാൻ. അപ്പം അതിൻ്റെ ഒരു വേർഡ് ഓർഡർ നോക്കാം. എ ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കോമ്പറാറ്റീവ് ഫോം മേർ യൂസ് ചെയ്തു. ദെൻ ഇഷ് സബ്ജക്റ്റ് വെച്ചു, വാസർ ഒബ്ജക്റ്റ് വെച്ചു, ദെൻ ട്രിങ്കെ ആ ഇഷ് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ട് വെർബ് നമ്മൾ ആ ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് എഴുതി. കോം ഇട്ടതിന് ശേഷം ഉംസോ വെച്ചാലും ഡെസ്റ്റോ വെച്ചാലും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഉംസോ ആണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗെസ്യൂണ്ടർ ബിന്നിഷ് കോമ്പറാറ്റീവ് ഫോം ഉംസോ കഴിഞ്ഞിട്ട് ഗെസ്യൂണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ബേസ് അഡ്ജക്റ്റീവ്. അതിൻ്റെ കോമ്പറാറ്റീവ് ഫോമാണ് ഗെസ്യൂണ്ടർ എന്നുള്ളത്. അത് എഴുതിയതിന് ശേഷം ഇവിടെ വെർബാണ് എഴുതിയിരിക്കുന്നത്. ബിൻ സൈനിൻ്റെ ഇഷ് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് ബിന്നെന്ന് എഴുതി. ദെൻ ഇഷ് സബ്ജക്റ്റ് ഇട്ടു. ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇഷ് കഴിഞ്ഞിട്ട് വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഏമർ ഇഷ് വാസർ ട്രിങ്കെ ഉംസോ ഗെസ്യൂണ്ടർ ബിന്നിഷ് അതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ ഹൈസർ ദസ് വെറ്റർ ഇസ്റ്റ് ഡെസ്റ്റോ മ്യൂഡർ വെർഡേഷ്. എത്രത്തോളം കാലാവസ്ഥ, വെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതർ, അതായത് കാലാവസ്ഥ ചൂടാകുന്നുവോ. ഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് എന്നാണ് മീനിങ്. ഹൈസർ എന്ന് പറഞ്ഞത് കോമ്പറാറ്റീവ് ഫോമാണ്. അപ്പോൾ ഹൈസർ ദസ് വെറ്റർ ഇസ്റ്റ് എത്രത്തോളം കാലാവസ്ഥ ചൂടാകുന്നുവോ. ഡെസ്റ്റോ മ്യൂഡർ വെർഡേഷ് അത്രത്തോളം നമ്മൾ ക്ഷീണിക്കും. മ്യൂഡേ എന്ന് പറഞ്ഞാൽ ടയേർഡ് ആവുക എന്നാണ് അർത്ഥം. മ്യൂഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പറാറ്റീവ് ഫോമാണ്. അപ്പോൾ ഡെസ്റ്റോ മ്യൂഡർ വെർഡേഷ് അത്രത്തോളം ഞാൻ ക്ഷീണിക്കുന്നതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്. വൈഷ്പീലി ഔഷധം ആൾട്ടാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളുടെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ടോയറർ ദസ് ഹാൻഡ് ഈസ്റ്റ് ഡെസ്റ്റോ ബെസർ ഈസ്റ്റ് ദി ക്യാമറ. അതായത് എത്രത്തോളം വില കൂടിയ ഫോൺ വാങ്ങുന്നുവോ അത്രത്തോളം അതിൻ്റെ ക്യാമറ നല്ലതായിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ടോയർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എന്നാണ് മീനിങ്. ടോയറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പറാറ്റീവ് ഫോം. ദസ് ഹാൻഡി ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. നമ്മൾ ആ സെൻറ്റൻസിൻ്റെ എൻഡിൽ എഴുതി. അതിനുശേഷം ഡെസ്റ്റോ ബെസർ ഈസ്റ്റ് ദി ക്യാമറ. ബെസർ എന്ന് പറഞ്ഞത് കുട്ടിൻ്റെ കോമ്പറാറ്റീവ് ഫോം. അത് കഴിഞ്ഞ് നമ്മൾ വെർബ് വെച്ചു ഈസ്റ്റ് എന്നുള്ളത് ദി ക്യാമറ. അതായത് എത്രത്തോളം ഫോണിൻ്റെ വില കൂടുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും അതിൻ്റെ ക്യാമറ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഏമർ ഇഷ് ലേസെ ഉംസോ ബെസർ ഫെർസ്റ്റേഷ്. എത്രത്തോളം ഞാൻ വായിക്കുന്നുവോ അത്രത്തോളം എനിക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. അപ്പം ഏമർ ഇഷ് ലേസെ, അവിടെ ലേസെ എന്ന് പറഞ്ഞാൽ ലേസൺ വായിക്കുക. ആ ഒരു വെർബാണ് എന്തിൽ വെച്ചിരിക്കുന്നത്. ഉംസോ ബെസർ ഫെർസ്റ്റേഷ്. ഫെർസ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. എ പറഞ്ഞിട്ട് നമ്മൾ കോമ്പറാറ്റീവ് ഫോം യൂസ് ചെയ്യുക. അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക, ഒബ്ജക്റ്റ്. അതിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതണ്ടേ. അത് കോൺജുഗേറ്റ് ചെയ്തിട്ടുള്ള ആ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻഡിൽ എഴുതുന്നത്. അതിനുശേഷം നമ്മൾ ഡെസ്റ്റോ അല്ലെങ്കിൽ ഉംസോ ഏത് വേണമെങ്കിലും വയ്ക്കാം. അത് വെച്ചതിന് ശേഷം അത് കഴിഞ്ഞാലും നമ്മൾ കോമ്പറാറ്റീവ് ഫോം തന്നെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വെർബായിരിക്കും നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ വയ്ക്കുന്നത്. പിന്നെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് അതായിരിക്കും അതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. സുസാമൻ ഫാസും. അതായത് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത് മെയിൻ ക്ലോസ്, അതായത് ഡെസ്റ്റോ ഉംസോ അത് വെച്ച് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എ വെച്ച് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഇരിക്കുന്നത്. അതിൻ്റെ വേർഡ് ഓർഡർ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ വെച്ച് പറയുന്നത് ലാസ്റ്റ് ആയിരിക്കും വെർബ് വരുന്നത്. ഉംസോ അല്ലെങ്കിൽ ഡെസ്റ്റോ വെച്ച് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിലായിരിക്കും നമ്മൾ വെർബ് എഴുതുന്നത്. ഓൾവേസ് കോമ്പറാറ്റീവ് ഫോം, അതായത് ഇതിൽ ഈ രണ്ട് വാക്ക് കഴിഞ്ഞാൽ നമ്മൾ കോമ്പറാറ്റീവ് ഫോം, അഡ്ജക്റ്റീവിൻ്റെ കോമ്പറാറ്റീവ് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എ ഡെസ്റ്റോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ ഉംസോ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വൈറ്റ് അല്ലെങ്കിൽ കൊണച്ചോറ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻസിലൂടെ അറിയിക്കുക. ഡാങ്കേഷൻ.